മലപ്പുറത്ത് ഷവർമ കഴിച്ചതിന് പിന്നാലെ 2 വയസ്സുകാരിക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റു. സംഭവത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെതിരെ കുടുംബം. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പണം വാങ്ങി കേസുകൾ ഒത്തുതീർക്കുന്നതിനായി കുടുംബം ആരോപിച്ചു. മലപ്പുറത്ത് ഷവർമ കഴിച്ചതിന് പിന്നാലെ 2 വയസ്സുകാരിക്ക് ഭക്ഷ്യവിഷബാധയേറ്റ സംഭവത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെതിരെ കുടുംബം. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പണം വാങ്ങി കേസുകൾ ഒത്തുതീർക്കുന്നതായി കുടുംബം ആരോപിച്ചു. പിഴ ഈടാക്കുന്നതോടെ നിയമലംഘനം കണ്ടെത്തുന്ന കടകളിലേക്ക് പിന്നെ തിരിഞ്ഞു നോക്കില്ല. അതുതന്നെയാണ് ഭക്ഷണത്തിൽ മായം കലർത്താൻ കടകൾക്ക് ധൈര്യമാവുന്നതെന്നും തുവ്വക്കാട് ഭക്ഷ്യവിഷബാധയ്ക്കിരയായ 2 വയസ്സുകാരിയുടെ കുടുംബം ആരോപിച്ചു. രാത്രി നമ്മൾ വീട്ടിൽ ഗസ്റ്റ് വന്നപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ അടുത്തുള്ള തുവക്കാടുള്ള ഫേമസ് ബേക്കറിയിൽ നിന്നാണ് നമ്മൾ ഷവർമ 8 എണ്ണമാണ് പാർസൽ വാങ്ങിച്ചത്. രാത്രി ഒരു 10 മണിക്ക് കഴിച്ചു. രാവിലെ പുലർച്ചെ ഒരു 2 മണിയായപ്പോൾ കുട്ടി ഷൂട്ടിന്ന് എണീറ്റ് ഛർദ്ദിച്ചു. ബേക്കറി അല്ല എന്തൊക്കെയോ ആ മയോണൈസും പച്ച മുട്ട കൊണ്ടുള്ള മയോണൈസും അങ്ങനെ എന്തൊക്കെയോ കണ്ടിട്ട് അവിടെ നിന്ന് അവർ കേസെടുത്തിട്ട് ഷോപ്പ് പൂട്ടിയിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം തന്നെ ഷോപ്പ് റീഓപ്പൺ ആയി. അതായത് കുട്ടി ഡിസ്ചാർജ് പോയിട്ടൊന്നും റീകവർ ആയിട്ട് പോലും ഇല്ല. അപ്പോൾ ഈ മാഡം തന്നെ പറഞ്ഞല്ലോ 10,000 ഞാനൊരു ഈ ഡിസംബറിലാണ് ഫൈൻ ഇട്ടിട്ടുള്ളതെന്ന്. അപ്പൊ എനിക്ക് തോന്നുന്നു ഫൈൻ ഇട്ട് ആ ഭാഗത്തേക്ക് ഇനി അവരാരും വരില്ല എന്നുള്ളൊരു ധൈര്യമാണോ അവർക്ക്? എന്ത് ഇക്കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് തുവ്വക്കാട് കന്മനം സ്വദേശികളായ റഫീഖ് സൽഫത്ത് ദമ്പതികളുടെ മകൾ എമിലിന് ഭക്ഷ്യവിഷബാധയേറ്റത്. തുവ്വക്കാട് ബേക്കറിയിൽ നിന്ന് പാഴ്സലായി വാങ്ങിയ ഷവർമ കഴിച്ചതിന് പിന്നാലെ ഛർദി ആരംഭിച്ച കുഞ്ഞിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. കുഞ്ഞിപ്പോഴും ആരോഗ്യനില വീണ്ടെടുത്തിട്ടില്ല. അതേസമയം ഭക്ഷ്യവിഷബാധയേറ്റതിന് പിന്നാലെ കുടുംബം ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിൽ പരാതി നൽകിയെങ്കിലും പിറ്റേ ദിവസം തന്നെ കട തുറന്നു പ്രവർത്തിച്ചിരുന്നു. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടി നൽകാതെ വനിതാ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ ഫോൺ ഓഫ് ചെയ്തതായി കുഞ്ഞിന്റെ മാതാവ് സൽഫത്ത് ആരോപിച്ചു. ഫുഡ് ഇൻസ്പെക്ടർക്ക് അയച്ചു കൊടുത്തു. ഇത്ര പെട്ടെന്ന് തന്നെ റീഓപ്പൺ ആയോ? ഈ കേസിന്റെ ലീഗൽ മൂവ്മെന്റ് ഒന്നും നടക്കുന്നില്ല ചോദിച്ചപ്പോൾ മാഡം പറഞ്ഞു അത് സ്റ്റോക്ക് ഒന്ന് റീഅറേഞ്ച്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള പെർമിഷൻ കൊടുത്തതാണെന്ന് പറഞ്ഞു. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് ഈവനിങ് ടൈമിലൊക്കെ ഇതിങ്ങനെ ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ മാഡത്തെ വീണ്ടും ഒന്ന് വിളിച്ചു. അപ്പൊ മാഡം പറഞ്ഞു ഇനി എന്നെ വിളിക്കരുത്, ഞങ്ങൾ ലീഗലായിട്ട് തന്നെ മുന്നോട്ട് പോണത്, ഇനി ഞങ്ങൾ വിളിക്കരുതെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ വോയിസ് അയച്ചതിനോ കോൾ ചെയ്തതിനും ഒന്നും ഒരു റിപ്ലൈ ഒന്നും തരുന്നില്ല. അതീവ ഗുരുതരമായി നിർജ്ജലീകരണം ബാധിച്ച അവസ്ഥയിലാണ് കുഞ്ഞ് ആശുപത്രിയിലെത്തിയതെന്ന് മെഡിക്കൽ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് പിന്നാലെ പോലീസിലും വിജിലൻസിലും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.